യൂട്യൂബിലേറെയും ആരും കാണാ വീഡിയോകൾ. അമച്വർ വീഡിയോകളുടെ ഇടമെന്ന നിലയിൽ ഹോളിവുഡിനേക്കാൾ വലുതും ലോകത്തെ ഒന്നാം നമ്പർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുമായി മാറിയ യൂട്യൂബിന് 20 വയസ്സ് പൂർത്തിയായത് കഴിഞ്ഞ മാസം 2024 ആണ്. US-ലും കാനഡയിലുമായി 82.3 കോടി സിനിമാ ടിക്കറ്റുകളാണ് വിറ്റഴിച്ചതെങ്കിലും യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാരുള്ള മിസ്റ്റർ ബീസ്റ്റിൻ്റെ ജനപ്രിയ വീഡിയോകൾക്ക് മാത്രം 76.2 കോടി കാഴ്ചക്കാരുണ്ടായിരുന്നു. അതായത് ഭൂമിയിലെ 10-1 വീതം ഇത് കണ്ടു എന്നർത്ഥം. എന്നാൽ ഇതൊരു പുറം കാഴ്ച മാത്രമാണെന്നും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലെ 1480 കോടി വീഡിയോകളിൽ ഭൂരിഭാഗവും ഇതുവരെ ആരും കാണാത്തവയാണെന്നും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനർത്ഥം ശരാശരി ഒരു വീഡിയോയ്ക്ക് 41 വ്യൂ മാത്രം. മാസച്യൂസെറ്റ്സ് സർവകലാശാല ഗവേഷകരുടേതാണ് ഈ കണക്ക്. വളരെ കുറച്ച് ഇൻഫ്ലുവൻസർമാർ ഒഴികെ ഭൂരിഭാഗം പേരും യൂട്യൂബിനെ ഒരു പത്തായപ്പുര ആയാണ് കാണുന്നത്. സ്വന്തം ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ മെമ്മറി മെനക്കെടുത്താതെ തങ്ങളുടെ ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇടം മാത്രമാണ് അവർ യൂട്യൂബിനെ കാണുന്നത്. യൂട്യൂബ് വെറും ഒരു ഇൻഫ്ലുവൻസർമാർക്ക് വേണ്ടിയുള്ളതല്ല, സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യം കൂടിയാണിത്. എല്ലാ ഉള്ളടക്കങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന അൽഗോരിതമായതിനാൽ അവയ്ക്കും ഇടം കിട്ടുന്നു. പക്ഷേ ആരും കാണാനില്ലാത്തതുകൊണ്ട് അത്തരം വീഡിയോകൾ അവിടെ കുഴിച്ചുമൂടപ്പെട്ടു കിടക്കുന്നു എന്ന് മാത്രം. ഗവേഷകൻ എദാൻ സുക്കർമാർ പറയുന്നുണ്ട്. യൂട്യൂബിലെ വിദ്വേഷ പ്രസംഗം, വ്യാജ വിവരങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് പഠനം നടത്തിയവർക്ക് അവയെല്ലാം മോശമല്ലാതെ കാണപ്പെടുന്നുണ്ടെന്നും കാഴ്ചക്കാരല്ലാതെ കിടക്കുന്നതിൽ കൂടുതലും നിഷ്പക്ഷവും പോസിറ്റീവുമായ കാര്യങ്ങൾ പറയുന്ന വീഡിയോകളാണെന്ന് ആണ്. കൂടാതെ ഭൂമിയുടെ ഓരോ അറ്റത്തുമുള്ള സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള നിമിഷങ്ങളും യൂട്യൂബിൻ്റെ അടിത്തട്ടിൽ ആരും കാണാനില്ലാതെ വിശ്രമിക്കുന്നതായും അവർ കണ്ടെത്തി. അതായത് ഭൂമിയിൽ എമ്പാടുമുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പഠനം നടത്താൻ ആവശ്യമായതെല്ലാം ഇവിടെയുണ്ടെന്നർത്ഥം. യൂട്യൂബിലേറെയും ആരും കാണാ വീഡിയോകൾ. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ 1480 കോടി വീഡിയോകളിൽ ഭൂരിഭാഗവും ഇതുവരെ ആരും കാണാത്തവയാണെന്ന് വിശകലന വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. യൂട്യൂബ് വെറും ഇൻഫ്ലുവൻസർമാർക്ക് വേണ്ടിയുള്ളതല്ല, സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യം കൂടുകയാണിത്. എല്ലാ ഉള്ളടക്കങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന അൽഗോരിതമായതിനാൽ അവയ്ക്കും ഇടം കിട്ടുന്നു. പക്ഷേ ആരും കാണാനില്ലാത്തതുകൊണ്ട് അത്തരം വീഡിയോകൾ അവിടെ കുഴിച്ചുമൂടപ്പെട്ടു കിടക്കുന്നുവെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. യൂട്യൂബിലെ വിദ്വേഷ പ്രസംഗം, വ്യാജ വിവരങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് പഠനം നടത്തിയവർക്ക് അവയെല്ലാം മോശമല്ലാതെ കാണപ്പെടുന്നുണ്ടെന്നും കാഴ്ചക്കാരല്ലാതെ കിടക്കുന്നതിൽ കൂടുതലും നിഷ്പക്ഷവും പോസിറ്റീവുമായ കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ ആണെന്നുമാണ് കണ്ടെത്തിയത്. കൂടാതെ ഭൂമിയുടെ ഓരോ അറ്റത്തുള്ള സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള നിമിഷങ്ങളും യൂട്യൂബിൻ്റെ അടിത്തട്ടിൽ ആരും കാണാനില്ലാതെ വിശ്രമിക്കുന്നതായും അവർ കണ്ടെത്തി. അതായത് ഭൂമിയിലെമ്പാടുമുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പഠനം നടത്താൻ ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട് എന്നാണ് അർത്ഥം. യൂട്യൂബ് സാധാരണക്കാരുടെ അത്താണിയാണ്.